ഒരു സംഘമാണ് ചെയ്തിരിക്കുന്നത്. ഈ സംഘം സാധാരണക്കാരായ ആളുകളുടെ പേരിൽ അവരറിയാതെയാണ് ഈ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ആരെയും പേരിൽ എടുക്കാം. നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ, ചില പോർട്ടലിൽ നിന്ന് നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കുക. ഇപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം. അപ്പൊ ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിരിക്കുന്നത്. പക്ഷേ ഇൻകം ടാക്സിന്റെ ബാധ്യതയും GST ബാധ്യതയും എല്ലാം ഇവർക്ക് വരും. ഇവർ GST അടക്കില്ല. അങ്ങനെ 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി 200 കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു, GST നഷ്ടം വന്നു. ഇത് കണ്ടുപിടിച്ചത് പൂന ഇന്റലിജൻസ് ആണ്, GST ഇന്റലിജൻസ് ആണ്. പൂനെയിലെ GST ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ്. അവരാകെ ചെയ്തത് ഇതിന്റെ ഈ രജിസ്ട്രേഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു, അതിൽ നിർത്തി. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഫെബ്രുവരി 2025 പൂന GST ഇന്റലിജൻസ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചാണ് ഈ തട്ടിപ്പ്. ഇവര് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, ഏത് തട്ടിപ്പുകാരാണ്, ഏത് കാർട്ടലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും GST നടത്തിയിട്ടില്ല, നടത്താൻ പോലീസിനോടൊട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. 2, ഇതിൽ ബലിയാടായ പാവപ്പെട്ട ഇരകളായ മനുഷ്യരെ അവരെ അറിയിച്ചിട്ടുമില്ല. GST ഡിപ്പാർട്ട്മെന്റ് അറിയിക്കണ്ടേ? ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ സകല വിവരമുണ്ട്. ആരുടെയൊക്കെ പേരിലാണ് അവർ ക്യാൻസൽ ചെയ്താണല്ലോ രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു അഡ്രസ് ഉണ്ടല്ലോ, ജെനുവിനായിട്ട് അഡ്രസ് ഉണ്ട്. ഈ പാവങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. 2, മൂന്നാമത് ഈ നഷ്ടപ്പെട്ട 200 കോടി രൂപ ഉപേക്ഷിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന ഖജനാവിലേക്ക് വരേണ്ട 200 കോടി രൂപ അത് ഒഴിവാക്കി. നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അൺഒഫീഷ്യലായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഇത് കൂടാതെ 1000-ലധികം വേറെ തെറ്റായ രജിസ്ട്രേഷനുകൾ GSTയിൽ ഉണ്ടെന്ന് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിന്റെ പേരിൽ ട്രേഡ് ബിസിനസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന 1000-ലധികം വേറെ രജിസ്ട്രേഷനുകൾ വേറെ ഉണ്ട്. ഇത് പല രീതിയിലാണ് ഈ സാധാരണക്കാരെ കബളിപ്പിക്കുന്നത്. KSEBയുടെ ഡേറ്റ മിസ്യൂസ് ചെയ്യാം. അതായത് ആർക്കെങ്കിലും ഒരു 13 ഡിജിറ്റുള്ള കൺസ്യൂമർ നമ്പർ പിന്നെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ LCT ബില്ല് ഡൗൺലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ പേരിൽ രജിസ്ട്രേഷൻ നടത്താം. പിന്നെ LSTDയുടെ സഞ്ജയ പോർട്ടല് മിസ്യൂസ് ചെയ്തിട്ട് ഒരാളുടെ പ്രോപ്പർട്ടി എവിടെയാണ്, വാർഡ് എവിടെയാണ്, ഹൗസ് നമ്പർ എവിടെയാണ്, ലോക്കൽ ബോഡിയുടെ പേരെന്താണ്, പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം. ഇതെല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ടും ഈ രജിസ്ട്രേഷൻ നടത്താം. 3, ബാങ്ക് അക്കൗണ്ടിലെ മിസ്മാച്ച് നോക്കിയിട്ട് അതെടുത്തിട്ട് ചെയ്യാം. ഇങ്ങനെ പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. എറണാകുളം ജില്ലയിലെ ഒരാൾ മകള് വിദേശത്ത് പോകുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞു. ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇയാളുടെ പേരിൽ 43 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു. ഒരു കരാർ തൊഴിലാളിയാണ്, പാവം. മകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് എടുത്ത് റിട്ടേൺ കൊടുക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരിൽ 43 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. ഇവരിൽ പലരും ഇവര് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനെയോ GST ഓഫീസിനെയോ ഇൻകം ടാക്സ് അതോറിറ്റിയോ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടൊന്നും ഒരു തീരുമാനം ഉണ്ടായില്ല. ചില ആളുകൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് പെടുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് വടക്കാഞ്ചേരി കോടതിയിൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആകെ. പിന്നെ ഒരാള് കോട്ടയം SP അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് GST കമ്മീഷണറെ, ജോയിന്റ് കമ്മീഷണറെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് അതോറിറ്റീസിനെയും ലോക്കൽ പോലീസ് സ്റ്റേഷനെയും ചെയ്തിട്ട് ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല. GST ഓഫീഷ്യൽസ് ഇവരോട് പറയുന്നത് നിങ്ങൾ കോടതി പോകണമെന്നാണ്. ഈ പാവപ്പെട്ടവര് ഒരു നടപടി ഇവർ ചെയ്യുന്നില്ല. നമ്മുടെ ചോദ്യം, ഈ GST ഇത്രയും വലിയൊരു ഫ്രോഡ്
തട്ടിപ്പ് നടന്നിട്ട്. ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഈ തട്ടിപ്പ്, ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്. വലിയൊരു തട്ടിപ്പിന്റെ ഒരറ്റം മാത്രമാണ് പൂന GST ഇന്റലിജൻസ് തിരിച്ചറിഞ്ഞ് കേരളത്തിലെ സർക്കാരിനെ അറിയിച്ചത്. ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു നടപടിയിലേക്കും സർക്കാർ പോകാത്തത് എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം പറയണം ഗവൺമെന്റ് പറഞ്ഞു. രണ്ട്, ഈ പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യർ ഇതിൻ്റെ അകത്ത് ഇരകളായി മാറിയപ്പോൾ എന്തുകൊണ്ട് അവരെ അറിയിക്കുകയും അവർക്കൊരു ലീഗൽ പ്രൊട്ടക്ഷനും ഗവൺമെന്റ് കൊടുക്കുന്നില്ല? മൂന്ന്, 200 കോടി രൂപയുടെ റവന്യൂ നഷ്ടം സർക്കാരിനുണ്ടായിട്ട് സർക്കാർ എന്തുകൊണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല? 4, ഇത്രയും വിവരം കിട്ടിയിട്ടും GST രജിസ്ട്രേഷനിലെയും ഡേറ്റ വെരിഫിക്കേഷനിലെയും കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയും എന്തുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല? ഈ 4 ചോദ്യം ഞങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയാണ്. നമ്മൾ ആവശ്യം, ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള വ്യാപനമുള്ള കേസാണ്, IGST ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസാണ്. അതുകൊണ്ട് ഒരു CBI അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം. പിന്നെ ഇവർക്ക് പൂർണ്ണമായ നിയമസംരക്ഷണവും അറിവും ഈ ഇരകളായി മാറിയവർക്ക് നൽകണം. ഇത് ശ്രദ്ധിക്കാതെ പോയ, ഈ തെറ്റ് കണ്ടിട്ടും മനസ്സിലാക്കാതെ ശ്രദ്ധിക്കാതിരുന്ന GST ഉദ്യോഗസ്ഥർക്കെതിരായി നടപടിയെടുക്കണം. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. കേരളത്തിലെ GST ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പരിതാപകരമായ നിലയിലാണ്. വ്യാപകമായി കേരളത്തിൽ കള്ള ബിസിനസ്സാണ്, ടാക്സ് വെട്ടിപ്പ് ബിസിനസ്സാണ് നടക്കുന്നത്.